ഒരാൾക്ക് ക്യാൻസർ പോലുള്ള അസുഖങ്ങളുണ്ടായി. എൻ്റെ കുട്ടിക്ക് 8 വയസ്സേ ആയുള്ളൂ, ഇനിയൊരു 10-15 വർഷം കൂടെ എനിക്ക് ഇവിടെ ഉണ്ടാകണം എന്ന് തിരിച്ചുകൾ ചിന്തിക്കുകയാണ്. ഒരു 10-20 വർഷം കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതവും കുട്ടിയുടെ വിവാഹത്തെ പറ്റിയൊക്കെ സങ്കല്പത്തിലാണ് പോകുന്നതെങ്കിൽ ഈ രോഗം പോലും മാറുന്നത്. എപ്പോഴും നെഗറ്റീവ് മാത്രം ചിന്തിക്കുന്ന അവർ പെരുമാറുന്ന മുറിയിൽ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവയ്ക്കുക, ഇതെടുത്ത് രാവിലെ ഒരു ചെടിയുടെ ഇട്ട് ഒഴിക്കുക. വലിയ ചെടി ആയിക്കോട്ടെ, കുഴപ്പമില്ല. 21 ദിവസം ഒഴിച്ചാൽ മതി, ആ ചെടി വാടിക്കരിഞ്ഞു. അതിൽ വളരെ പ്രധാനപ്പെട്ട കരിങ്ങാലിമാല കേട്ടിട്ടുണ്ട്. കരിങ്ങാലിമാല എന്ന് പറയുന്നത് ഈ ദൃഷ്ടിയെ ഡിസ്ട്രാക്ട്, കരിങ്ങാലിയുടെ DMIT ടെസ്റ്റ്, ഡെർമിറ്റോഗ്രാഫിക് മൾട്ടിപ്പിൾ ഇന്റലിജന്റ് ടെസ്റ്റ്. ഇവിടെ ഒരു വ്യക്തിയുടെ ഈ ബ്രെയിൻ ഡേറ്റ അല്ലെങ്കിൽ മൈൻഡ് ഡേറ്റ അറിയാൻ പറ്റും. ഒരു വ്യക്തിക്ക് 2 ഡേറ്റയാണ് ഉള്ളത്. ഒന്ന് ബയോഡേറ്റ, നമ്മൾ ബയോഡേറ്റ കാണുന്നുള്ളൂ, പക്ഷെ മൈൻഡ് ഡേറ്റകൾ തമ്മിലാണ് അലയുണ്ടാകേണ്ടത്. പലപ്പോഴും ബന്ധങ്ങൾ ശിഥിലമാകാനും കാരണം എന്താ? ബയോഡേറ്റ കണ്ട് ആകർഷിതമാകുന്നത്, പക്ഷെ മൈൻഡ് ഡേറ്റകൾ തമ്മിലാണ് ജീവിതം പോകുന്നത്. അവർക്ക് മനസ്സിലാകും ഞാൻ ഇത്രയും നാളും പെരുമാറിയത് എന്തുകൊണ്ടാണ്, എൻ്റെ തന്നെ ചിന്തകളാണ്. അതിനെ ഇനിയും കണ്ടാമിനേഷനെ റീപ്രോഗ്രാം ചെയ്യാൻ എന്തെല്ലാം പ്രാക്ടീസ് ചെയ്യണം എന്ന് അവർക്ക് പരിശീലനം കൊടുക്കും. പ്രാക്ടിക്കലി വീട്ടിൽ ചെയ്യാൻ. അങ്ങനെ കുറച്ച് ദിവസം പിന്തുടർന്നാൽ ആ സൈക്കോ തെറാപ്പിയിലൂടെ ഇവരുടെ പ്രശ്നം നന്നേക്കുമായി പരിഹരിക്കാൻ സാധിക്കും. അതാണ് സൈക്കോ തെറാപ്പി. ഇത് തന്നെ വിശ്വാസങ്ങളിലൂടെ വരുന്നവരാണെങ്കിൽ SCBT എന്ന് പറയുന്നത് സ്പിരിച്വൽ കോഗ്നേറ്റീവ് ബിഹേവിയർ തെറാപ്പി. സൈക്കോളജിയിലൂടെ ഒരു വിഷയമാണ് CBT എന്ന് പറയും, കോഗ്നേറ്റീവ് ബിഹേവിയർ തെറാപ്പി. നമ്മൾ വാക്കുകളിലൂടെ അവരെ അവബോധം സൃഷ്ടിച്ച് മാറ്റുന്നത്. സ്പിരിച്വൽ കോഗ്നേറ്റീവ് ബിഹേവിയർ തെറാപ്പി ഉണ്ട്. കാരണം 90-95% ആൾക്കാരും പല വിശ്വാസികളാണ്. അവരുടെ വിശ്വാസത്തിൻ്റെ സയൻസ് അറിയാത്തതാണ് അവരുടെ പ്രശ്നം. അപ്പോൾ അവരെ കൃത്യമായ രീതിയിൽ ആ സ്പിരിച്വൽ സയൻസ് പഠിപ്പിക്കും. സ്പിരിച്വൽ കോഗ്നേറ്റീവ് ബിഹേവിയർ തെറാപ്പി. അപ്പോൾ അവരിപ്പം നിലവിൽ ഏത് വിശ്വാസത്തിലാണേലും കൂടുതൽ റിസൾട്ട് കിട്ടും. വിശ്വാസമൊന്നും മാറ്റണ്ട, അവരവർ വിശ്വസിക്കുന്ന വിശ്വാസത്തിലൂടെ സയൻറ്റിഫിക്കായിട്ട് മനസ്സിലാക്കുന്ന രീതിയാണ് SCBT. അപ്പോൾ അങ്ങനെയുള്ള സ്പിരിച്വൽ ഹീലിങ്ങുകളൊക്കെ നമ്മുടെ സെൻറ്ററിൽ വരുമ്പോൾ പറഞ്ഞു കൊടുത്ത് ക്ലിയർ ആക്കി കൊടുക്കാറുണ്ട്. അതാണ്. ഓക്കെ, നമ്മൾ ചില ആൾക്കാരോട് സംസാരിക്കുമ്പോഴേ, ഇപ്പോൾ ഒരു പാരാസൈക്കോളജിസ്റ്റായ ജോർജ് മാത്യു സാറിനോട് ഞാൻ സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു സംഭവമുണ്ട്, ചില ആൾക്കാർ ജന്മനാ സൈക്കിക്കാണ് എന്ന് വെച്ചാൽ ചില ആൾക്കാർക്ക് ചില സമയങ്ങളിൽ ഈ നെഗറ്റീവ് എനർജികളെ സെൻസ് ചെയ്യാനുള്ള ശേഷി, ഇന്ന് ചില സ്മെല്ലുകൾ അതല്ലെങ്കിൽ ചില വൈബ്രേഷൻസ് ഫീൽ ചെയ്യാൻ പറ്റും, ഉണ്ടാവും. അതെന്തുകൊണ്ടാണ് ചില ആൾക്കാർ മാത്രം സൈക്കിക്കുകളാവുന്നത്? അതായത് ഈ യൂണിവേഴ്സൽ പവർ എന്ന് പറയുന്നത് ഗ്രഹിക്കാൻ, സെൻസ് ചെയ്യാൻ കഴിവുള്ള ചില വ്യക്തിത്വങ്ങളുണ്ടാവും മനുഷ്യരുടെ ഇടയിൽ തന്നെ. ചില ജീവജാലങ്ങളൊക്കെ, പട്ടിയും പൂച്ചയൊക്കെ കണ്ടിട്ടില്ലേ, അതിസൂക്ഷ്മമായ അതീന്ദ്രിയമായിട്ടുള്ള ചില സെൻസേഷൻസ് ഇവർക്ക് കിട്ടും. എന്ന് പറഞ്ഞതുപോലെ മനുഷ്യർക്ക് കിട്ടുന്ന ഈ സെൻസേഷനാണ് സൈക്കിക്സ് എന്ന് പറയുന്നത്. സൈക്കോ അല്ല, സൈക്കിക് എന്ന് പറഞ്ഞാൽ ആത്മീയമായ രീതിയിലുള്ള ചില എസൻസ് അല്ലെങ്കിൽ ടേസ്റ്റ് തിരിച്ചറിയാനുള്ള കഴിവുള്ളവർ. ഒരു വ്യക്തി അടുത്ത് വരുമ്പോൾ തന്നെ സൈക്കിക് ഫീൽഡ് ഏതാണെന്ന് വൈബ്രേഷൻസ് അറിയാൻ പറ്റും. ഇപ്പം എനിക്ക് കൃത്യമായിട്ട് വരുമ്പോൾ അറിയാൻ പറ്റും ഓരോ വ്യക്തികളുടെ നിലവിലുള്ള ഫീൽഡ്, ഓറയുടെ ഫീൽഡ് എത്രത്തോളം എന്ന് അറിയാൻ പറ്റും. ചിലർ വന്നു കഴിയുമ്പോൾ ഭയങ്കര തലവേദന വരും. സാധാരണ ആൾക്കാർക്ക് അത് ഫീൽ ചെയ്യുമ്പോൾ നിങ്ങളൊരു ലിഫ്റ്റിലോട്ട് കയറുന്നു വിചാരിക്കും, ഇടുങ്ങിയ ലിഫ്റ്റാണ്, 10-12 പേര് ഒരുമിച്ചുണ്ട്. അവർ 10ാം നില എത്തുന്നതിന് മുമ്പ് നിങ്ങളെ വിടുന്നത് എങ്ങനെങ്കിലും ചാടിയാൽ മതി എന്നായിരിക്കും. കാരണം അതിൽ ഒരുത്തം അത് നെഗറ്റീവ് ഉള്ളത്, അതിൻ്റെ റേഡിയേഷൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ സൈക്കിക്കായിട്ടുള്ള ആൾക്കാർ, സൈക്കിക്കിന് മൊത്തത്തിൽ ചുറ്റുപാടുമുള്ള ഒരു അദൃശ്യമായ സാന്നിധ്യത്തെ അറിയാനുള്ള ഒരു തോതിന് വ്യത്യാസം ഉണ്ടാവും. ചിലർക്ക് ഇൻഡ്യൂഷൻ പോലെ കിട്ടും, കൺസിസ്റ്റൻ്റ് ആയിട്ട് കിട്ടും, ചിലർക്ക് ഇടയ്ക്കിടയ്ക്കായിരിക്കും കിട്ടുക. അതാണ് സൈക്കിക് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ഈ നമ്മൾ കാണാത്ത ശക്തികൾ നമുക്ക് ചുറ്റും ഉണ്ടെന്നല്ലേ സാർ വിശ്വസിക്കുന്നത്? യെസ്. ആ ശക്തികൾ എന്താണ് അവരുടെ ഉദ്ദേശം? അതിന് ഈ പ്രത്യേക ഉദ്ദേശമായിട്ട്, ആ ഉദ്ദേശത്തെ നമ്മൾക്ക് ചിന്തിക്കാനുള്ള അല്ലെങ്കിൽ തോട്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവില്ലേ, അതിലൂടെ നമ്മുടെ ഡയറക്ഷൻ അനുസരിച്ച് ഉപയോഗിക്കാൻ പറ്റും. പ്രപഞ്ച ശക്തി സാധാരണ ഒരു മനുഷ്യന് ഈ അദൃശ്യമായ ശക്തികളെ ഉപയോഗിക്കാൻ പറ്റും. യെസ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു 84 ലക്ഷത്തിൽ പരം ജീവജാലങ്ങളിൽ ഏറ്റവും ടോപ്പ് മനുഷ്യനാണ്. അത് കഴിഞ്ഞാൽ പിന്നെ എനർജി ഫീൽഡാണ്, എല്ലാത്തിലും അടങ്ങി ശിവമയമാണ്. അപ്പോൾ അതിനെ ഡീകോഡ് ചെയ്തെടുക്കാൻ മനുഷ്യൻ്റെ മസ്തിഷ്കത്തിനെ പറ്റും. ഇപ്പം നമ്മൾ പുതിയ മോഡേൺ സയൻസിൽ ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ, ആകർഷണ നിയമം. നമ്മുടെ തലച്ചോറിലൂടെ എന്താണോ നമുക്ക് വേണ്ട ഓട്ടോ സജഷനെ കൺസിസ്റ്റൻ്റായിട്ട് നമ്മൾ പായിച്ചാൽ അത് ഈ പ്രപഞ്ചത്തിലെല്ലാം അടങ്ങിയിട്ടുണ്ട്, നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യും. ദാറ്റ് ഈസ് ലോ ഓഫ് അട്രാക്ഷൻ.
എന്നാൽ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ആൾക്കാർ സാധിക്കുന്നതിൻ്റെയൊക്കെ പറയാറില്ല. എൻ്റെ അടുത്ത് തന്നെ ഒരുപാട് ആൾക്കാർ നമ്മുടെ കോഴ്സ് കഴിയുമ്പോഴും അല്ലെ വന്നു കഴിയുമ്പോഴും അവരുടെ റിസൾട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഫോളോവേഴ്സ് അങ്ങനെയാണ്. അപ്പം എന്നാൽ ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാകത്തില്ല. അങ്ങനെ പറയാറില്ല. ചിലരോട് സാറേ ലോ ഓഫ് അട്രാക്ഷൻ അല്ലെ ഉപാസന ഒരുപാട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പ്രാർത്ഥനയുണ്ട്, മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നുണ്ട്, ഒന്നും ശരിയാകുന്നില്ല. അതിന് പിന്നിലൊരു കാരണമുണ്ട്. ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഗുഡ് ഓർ ബാഡ് ആയിട്ടുള്ള എല്ലാ എഫക്റ്റിനും ഒരു കോസ് ഉണ്ട്. കോസ് ആൻഡ് എഫക്റ്റ് എന്നാണ് പറയുന്നത്. അതിനെ പറയുന്ന പേരാണ് ബ്ലോക്കുകൾ. നമ്മുടെ എനർജി ഫീൽഡിൽ കണ്ടാമിനേഷൻ ബ്ലോക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എത്ര നല്ല റൂട്ടിലൂടെ ചിന്തിച്ചാലും ആഗ്രഹിച്ചാലും നടക്കില്ല. ചിലപ്പം വളരെ കൺസിസ്റ്റൻ്റായിട്ട് നമ്മുടെ ജീവിതം താളത്തിൽ പോകുന്നതായിരിക്കും. അപ്രതീക്ഷിതമായിട്ട് ചില തടസ്സങ്ങൾ വരാം, ബുദ്ധിമുട്ടുണ്ടാകാം, മരണം ഉണ്ടാകാം, രോഗങ്ങളുണ്ടാകാം, റിലേഷൻഷിപ്പ് ബ്രേക്ക് ഉണ്ടാകാം, മറ്റുള്ളവരെ കൊണ്ട് ഉപദ്രവം ഉണ്ടാകാം, നിങ്ങൾ ഒരു തെറ്റ് ചെയ്യാതെ നിങ്ങൾ പല കേസിൽ പെടാം. അപ്പോൾ നമ്മൾ ബുദ്ധി കൊണ്ട് ആലോചിച്ചിട്ട് പിടികിട്ടുന്നില്ല എന്താണ്. അതിൻ്റെ മുന്നിൽ ഒരു കാരണമുണ്ട്. ഇപ്പോൾ അനുഭവിച്ചേ പറ്റൂ. അതിനാണ് കാർമിക് എഫക്റ്റ് എന്ന് പറയുന്നത്. കാർമിക് എഫക്റ്റ് രണ്ട് രീതിയിലുണ്ട്. പോസിറ്റീവ് ആയിട്ടുള്ള കാർമിക് എഫക്റ്റിനെ സുഹൃതം എന്ന് പറയും. അതിൻ്റെ നെഗറ്റീവ് ഡയറക്ഷൻ ഉള്ളതിനെ കർമ്മദോഷം എന്ന് പറയും. ഇപ്പം എത്ര ദൂരെ ഇരിക്കുന്ന ആളെ ആണെങ്കിലും ഒരു വ്യക്തിയുടെ സങ്കല്പ ശക്തിയിലൂടെ സ്വാധീനിക്കാൻ പറ്റും. അങ്ങനെ പറ്റുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഇവർ തമ്മിലുള്ള അലൈൻമെൻറ്റ് കറക്റ്റ് ആയിരിക്കണം. ഇവിടുന്ന് അങ്ങോട്ട് പ്രസരിപ്പിക്കുന്ന ഒരു റേഡിയോ നിലയവും റേഡിയോയും തമ്മിലുള്ള റിസീവറും ട്രാൻസ്മിറ്ററും തമ്മിലുള്ള വേവ് ലെങ്ത് എന്ന് പറയും. അത് കറക്റ്റ് ആണെങ്കിൽ മാത്രമേ എത്തുള്ളൂ, അല്ലെങ്കിൽ എത്തില്ല. അപ്പം അങ്ങനെ ഒരു സങ്കല്പം. ഇപ്പം നമുക്കൊരു ജോലി വേണം, നിങ്ങളതിന് യഥാർത്ഥ രീതിയിലുള്ള ക്വാളിഫൈഡ് ആയിരിക്കണം, അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഉണ്ട്, തീവ്രമായ ആഗ്രഹമുണ്ട്. ഈ ജോലി എന്ന് പറയുന്നത് ഇവിടെ എല്ലായിടത്തും ഉണ്ട്. ആ തൊഴിൽ നമ്മളതിനെ കൺസിസ്റ്റൻ്റായിട്ട് നിങ്ങളുടെ ചിന്ത എങ്ങനെ പോകുന്നോ അതനുസരിച്ച് സാഹചര്യങ്ങൾ അനുകൂലമാവും. അതും വശീകരിച്ചെടുത്ത് തന്നെയാണ് പറയുന്നത്. ഇത് വ്യക്തിയിലാകുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, വ്യക്തികളും ചിന്തിക്കുന്നവരല്ല. എവരി പേഴ്സൺ ഈസ് യൂണിക്. ഓരോരുത്തരുടെ എനർജിക്ക് വ്യത്യാസമുണ്ട്. ഇവിടുന്ന് നമ്മൾ ആഗ്രഹിച്ച് വിടുന്ന ഒരു വ്യക്തിയിലേക്ക് ആഗ്രഹിച്ചാൽ, ഇപ്പം പ്രത്യേകിച്ച് വശീകരണം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഒരു ആൺകുട്ടിക്ക് ഒരു പെൺകുട്ടിയോട് സ്നേഹം തോന്നി അവളെ എങ്ങനെയെങ്കിലും സ്വാധീനിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇവൻ അതനുസരിച്ചുള്ള ഡെലിബറേഷൻസ് നടത്തിക്കൊണ്ടിരിക്കും. മനസ്സിലാഗ്രഹം കൂടാതെ തന്നെ. ഇവിടെ കണ്ണ് പതിയുന്നിടത്തല്ല ഇവൻ ചിലപ്പോൾ ഒന്ന് പോയി നോക്കി നിൽക്കും, പുറകെ നടക്കുക, നടന്ന് വീഴ്ത്തി എന്നൊക്കെ പറയാം. വശീകരണം മന്ത്രം എന്നൊക്കെ പറയുമ്പോൾ ഉണ്ട്. അതെന്ന് വെച്ചാൽ മന്ത്രം എന്നാൽ മനനാൽ ത്രായതേ ഇതിൽ മന്ത്ര ത്രം എന്ന് വെച്ചാൽ റിപ്പീറ്റ് ചെയ്യുന്നത്. ഇവന്റെ ഉള്ളിൽ നിരന്തരം കൊണ്ട് റിപ്പീറ്റ് ചെയ്ത് കൊണ്ട് നടക്കുന്ന ആഗ്രഹം, ചിന്തയാണ് മന്ത്രം. അതിന് പ്രത്യേകിച്ച് ശ്ലോകമൊന്നും വേണ്ട. ആ ശ്ലോക രൂപേണ ആക്കിയിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചിട്ടയോടുകൂടി ആലപിക്കാനും വേണ്ടിയിട്ടുള്ള ചിട്ട. ഇനി ഒരു കൺസെപ്റ്റിനെ പറ്റി തന്നെ ഒരു വ്യക്തി കൊണ്ട് നടക്കുകയാണെങ്കിൽ അത് ചിട്ടയോടുകൂടി റിപ്പീറ്റ് ചെയ്ത് അതേ വേർഡ് അതേ ആശയം തന്നെ കൊണ്ട് നടക്കുന്ന മന്ത്രം അവൻ്റെ. ഈ മന്ത്രം തന്നെ നല്ലൊരു ചീത്തയുണ്ട്, നാശത്തിനും ഉണ്ടാകും. എനിക്ക് രോഗം വരുമോ എന്നുള്ള ചിന്തയുണ്ടെങ്കിൽ രോഗം വരും. ഇപ്പം നിങ്ങളൊരു രോഗിയായിട്ടുള്ള ഒരാളെ അല്ലെങ്കിൽ ക്യാൻസർ ഉള്ള ഒരാളെ കാണാൻ പോയി, അതുവരെ കുഴപ്പമുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ തൊട്ട് നമ്മുടെ മനസ്സിൽ അത് കയറി പിടിച്ചു. അവരെ പറ്റി പോലും ചിന്തിച്ചാൽ മതി. അവരുടെ കഷ്ടം, അവരുടെ ജീവിതം ഇപ്പോൾ ദുസ്സഹമാണ്, എങ്ങനെ അവർ മുൻപോട്ട് പോകും, ഇനി അല്ലെങ്കിൽ എനിക്ക് വന്നാലോ, ഇങ്ങനെ റിപ്പീറ്റഡായിട്ട് കൊണ്ട് നടക്കുന്നത് ഈ വ്യക്തിയുടെ മന്ത്രമാണ്. ഉറപ്പാണ് അധികം താമസിക്കാതെ ക്യാൻസറിൻ്റെ സിംറ്റം ഈ വ്യക്തിയിലുണ്ടാവും. അതും വശീകരിച്ച് കൊണ്ടുവന്നതല്ലേ. ഇനി മറ്റൊന്ന്, സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഒരു ഉപകരണമാണ്, എപ്പോഴാണ് കേടുപോകും. ഒരാൾക്ക് ക്യാൻസർ പോലുള്ള അസുഖങ്ങളുണ്ടായി, ആദ്യം ടെസ്റ്റിലൊക്കെ ബയോപ്സിയിലൊക്കെ തിരിച്ചറിഞ്ഞു. ആദ്യ നാളുകളിൽ ഇദ്ദേഹം ഭയപ്പെട്ടു പോയി. പക്ഷേ അദ്ദേഹം കുറച്ചുകൂടെ ചിന്തിച്ചു, നോ, ഞാനിപ്പോൾ പോയാൽ ശരിയാകില്ല, എൻ്റെ കുട്ടിക്ക് 8 വയസ്സേ ആയുള്ളൂ, ഇനിയൊരു 10-15 വർഷം കൂടെ എനിക്ക് ഇവിടെ ഉണ്ടാകണം എന്ന് തിരിച്ചുകൾ ചിന്തിക്കുകയാണ്. ആ ഒരു 10-20 വർഷം കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതവും കുട്ടിയുടെ വിവാഹത്തെ പറ്റിയൊക്കെ സങ്കല്പത്തിലാണ് പോകുന്നതെങ്കിൽ ഈ രോഗം പോലും മാറി നടക്കും, അടുക്കില്ല. അപ്പോൾ രോഗത്തെ ഇല്ലാതാക്കുന്നതും ഉണ്ടാക്കുന്നതും ഈ വ്യക്തിയുടെ സാങ്കല്പത്തിലൂടെ വരുന്ന ശക്തിയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ വ്യക്തികളെയും നമ്മൾ സ്വാധീനം വരുന്നത് അവരുടെ മനസ്സിലും ചിന്ത ഉണ്ടാകാനുള്ള ഡെലിബറേഷൻസ് ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ടാവും. ആദ്യം ഇഷ്ടമല്ലെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ണിൻ്റെ മുന്നിലൂടെ പെടത്തക്ക രീതിയിൽ പല പ്രാവശ്യം പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇവരെ പറ്റി ഓർക്കത്തക്ക രീതിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടാവും ഈ വ്യക്തികൾ. അപ്പോൾ ചിന്തിക്കാനിടയായി. പണ്ട് നമ്മൾ
ഹിന്ദി സിനിമയിലൊക്കെ കണ്ടിരിക്കുന്നത്. ഒരു പ്രണയമൊക്കെ രൂപാന്തരപ്പെടുന്നത് ആദ്യം ഒരു വഴക്കിലൂടെയാണ്. കോളേജിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യം ശത്രുക്കളായിരിക്കും. അപ്പോൾ ഈ വ്യക്തിയെ പറ്റിയുള്ള നെഗറ്റീവോ അല്ലെങ്കിൽ ഇഷ്ടമല്ലാത്ത ചിന്തകളും വന്നാൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് ഇഷ്ടവും അറിയില്ല, റിപ്പീറ്റ് ചെയ്യുന്നതെല്ലാം കയറി പിടിക്കും. അപ്പോൾ അത് ഫ്രണ്ട്ലി ആവും. അങ്ങനെ നടന്നും ചിന്തിപ്പിച്ചും അത് വശീകരണത്തിലോട്ട് എത്തുന്നു. അതാണ് ഈ വശീകരണത്തിന്റെ പിന്നിലുള്ള ഒരു ടെക്നിക്ക്. അതാണ് അത് നടക്കുന്ന സയൻസ്. അതാണ്. ഇനി ഇത് തന്നെ ദൈവത്തെ വശീകരിക്കുക. ദൈവാധീനം എന്ന് പറയാറില്ലേ, ദൈവത്തെ അധീനതയിലാക്കുന്നതാണ് ദൈവാധീനം. അതായത് സച്ചിന്തകൾ കൊണ്ട് എന്നെ ഏത് സമയത്തും പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊരു ശക്തിയുണ്ട്. ആ ശക്തി എന്നിൽ എപ്പോഴും നന്മയിലെ പാതയിൽ എന്നെ നയിക്കും. ഇത്തരത്തിലുള്ള ചിന്ത കൊടുത്താലും അത് പോകുന്ന കോസ്മിക്കിലേക്കാണ്. അതിനകത്തുള്ള അനുഭവങ്ങളെ വരുള്ളൂ. അപ്പം ദൈവം അധീനതയിലായ വ്യക്തി, അങ്ങനെയുള്ളവർക്ക് കൂളായിട്ടല്ലേ അവർ നടക്കുക. അപ്പൊ ആരെയും നമുക്ക് സ്വാധീനിക്കാൻ, വശീകരിക്കാം. ഇത് ആൾക്കാർ പെട്ടെന്ന് അവരവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വല്ല വശീകരണ തന്ത്രം ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് പലയിടത്തും പോകും. ഇവരുടെ ഈ വിശ്വാസത്തെ മറ്റുള്ളവർ ചൂഷണം ചെയ്യുകയും ചെയ്യും. ശരിക്കും പറഞ്ഞാൽ തന്ത്രം നമ്മുടെ കയ്യിൽ തന്നെയാണോ ഉള്ളത്? കയ്യിൽ തന്നെ. ഇപ്പൊ ഒരു ചരട് കയ്യിൽ കെട്ടിയാൽ ഭയം മാറും എന്നുള്ളത് പലർക്കും അറിയാം. ആ ചരട് കെട്ടിയാൽ മാറും എന്നുള്ള റിപ്പീറ്റഡ് ചിന്തയാണ് ആ ഭയത്തെ മാറ്റുന്നത്. നമ്മൾ ഈ ദൃഷ്ടിദോഷം, കണ്ണേറ്, പ്രാക്ക്, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സ്ഥിരമായി കേട്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ചില ആൾക്കാർ നമ്മളെ കണ്ടിട്ട് പ്രാഗിക്കുന്നത് ശരിയാണ്. ഇതൊക്കെ എനിക്ക് പേഴ്സണലി അനുഭവമുണ്ട്. നമ്മളങ്ങനെ പറയപ്പെടുന്ന നാട്ടിലെ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞതിന് ശേഷം എനിക്ക് തീരെ വയ്യാണ്ടായി പോയി. അതിനുശേഷം പിന്നെ നമ്മുടെ ഈ കടുകൊക്കെ വെച്ച് വീട്ടിൽ അമ്മൂമ്മയൊക്കെ വന്ന് ഉഴിഞ്ഞിട്ട് പൊട്ടിച്ച് അത് കഴിഞ്ഞിട്ടാണ് അത് സെറ്റ് ആവുന്നത്. അതെങ്ങനെയാണ്? അതിന്റെ പിന്നിലുള്ള ഒരു സയൻസ് എന്താണ്? നമ്മുടെ നല്ല ഓമനത്തുള്ള ഒരു കുഞ്ഞ് വീട്ടിൽ പിറന്നു. അപ്പോൾ അതിൻ്റെ 28 ഘട്ടം കഴിയുമ്പോഴത്തേക്ക് അതിനെ പതൊക്കെ കണ്ണും ഒക്കെ എഴുതും. നമ്മൾ കണ്ടിട്ടുണ്ട് പടർത്തി ചില ചുട്ടി കുത്തും, ബ്യൂടെക്സ്. പിന്നെ അല്ലെങ്കിൽ പിരിയൊക്കെ ഇങ്ങനെ കരി കൊണ്ട് ഇത് കോലം കിട്ടുന്നതാണ്. വീടൊക്കെ പണിയുന്ന സമയത്ത് അവിടെ ഒരു കോലം വെക്കാറുണ്ട്. കൃഷിയിടത്തിലും അത് കണക്ക് തന്നെ കോലങ്ങളൊക്കെ വെക്കാറുണ്ട്. സ്ത്രീകൾ വലിയ പൊട്ട് തൊടും, ചില ഗ്ലാമറായിട്ടുള്ള സ്ത്രീകളൊക്കെ, ചില ആഭരണങ്ങളൊക്കെ അണിയും. എന്താ ഇതിൻ്റെ പിന്നിൽ? നമ്മൾ പുറത്തേക്ക് ഇറങ്ങും, ഇനി ഒന്നും വേണ്ട, ഒരു വിവാഹം കഴിച്ച് വധൂവരന്മാർ വീട്ടിലേക്ക് വരുമ്പോഴേ ആരതി ഒഴിഞ്ഞ് കമത്തി അകത്തോട്ട് കയറുന്നത്. കാരണം അന്നത്തെ ദിവസം എല്ലാവരുടെയും അറ്റൻഷൻ ഈ വ്യക്തിയിലേക്കാണ്. ഈ വന്നിരിക്കുന്ന ആൾക്കാർ സന്തോഷത്തോടു കൂടി ആയിരിക്കും നോക്കുന്നതെങ്കിലും അവരുടെ സബ് കോൺഷ്യസ് തലത്തിലെ ക്വാളിറ്റി കണ്ടാമിനേറ്റഡ് ആണെങ്കിൽ കണ്ണിലൂടെയാണ് റേഡിയേറ്റ് ചെയ്യുന്നത് പുറത്തോട്ട്. ഇപ്പോൾ ഒരു കുഞ്ഞിനെ നോക്കി ഒരാൾ വന്നെടുത്ത് ഓമനിക്കുമ്പം ആ സമയത്ത് അവർ സന്തോഷത്തിലാണെങ്കിലും ബേസിക്കലി അവർ നെഗറ്റീവ് ആണ് അവരുടെ ഉള്ളിലെങ്കിൽ ഇത് റേഡിയേറ്റ് ചെയ്യും. ഇത് ഈ വ്യക്തിയെ തളർത്തിക്കളയും. അല്ലെങ്കിൽ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെയൊക്കെ ചിലർ കണ്ടിട്ടുണ്ടല്ലോ, ഇങ്ങനെ പോകുന്ന സമയത്ത് നല്ല ഫല വൃക്ഷത്തിലോട്ടൊക്കെ നോക്കിയിട്ട് ഈ വർഷം നല്ലോണം ചക്ക പിടിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു പോയാൽ പടയും താഴെ കിടക്കും. യഥാദൃഷ്ടി തഥാ സൃഷ്ടി എന്ന് പറയും. ഏതിലേക്കാണോ നമ്മൾ കൊടുക്കുക ആ വ്യക്തിയുടെ ക്വാളിറ്റി അനുസരിച്ചാണ്. അപ്പൊ ഇതിനെ ഡിസ്ട്രാക്ട് ചെയ്ത അതിന് പരിഹാരമുണ്ട് കേട്ടോ. ദൃഷ്ടിദോഷത്തിന് പരിഹാരം നേരത്തെ പറഞ്ഞ ഈ പൊട്ട് തൊടുന്നത്. അതായത് ഇപ്പൊ ചിലർ ഈ കാലില് കറുത്ത ചരട് കെട്ടുന്നത് കണ്ടിട്ട് ആൾക്കാർ പറയുന്നുണ്ട് കണ്ടു വെക്കാതിരിക്കാനാണ്. അത് പറയുന്നുണ്ട്, പല ഇതിന് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ ശില്പ പൊട്ട് തൊട്ടിട്ടുണ്ട്. സൂക്ഷിച്ചു നോക്കിയാലേ കാണൂ. അതിപ്പം വന്ന ഒരു പരിവർത്തനമല്ലേ ആധുനിക കാലഘട്ടത്തിൽ. കുറച്ച് ബാക്കിലോട്ടുള്ള സിനിമകളിലോ പഴയ നമ്മുടെ അമ്മൂമ്മമാരെയൊക്കെ നോക്കിയാൽ പൊട്ടായിരിക്കണമെന്ന് പറയും ചില വലിയ വൃത്താകൃതിയിൽ. എന്തിനാ? ഈ ഡിസ്ട്രാക്ട് ചെയ്ത് പോകാനാണ്. ഇതില്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ക്ലേശങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നതൊക്കെ നമ്മൾ അറിയാത്ത ആൾക്കാർ പോലും ആയിരിക്കും. പുറത്തോട്ട് പോകുമ്പം ജസ്റ്റ് ഒന്ന് നോക്കി പോയാൽ മതി, ആ റേഡിയേഷൻ നമ്മളിലേക്ക് വരുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം ഡിസ്ട്രാക്ട് ചെയ്യും. അപ്പോൾ അവരുടെ ആ ദൃഷ്ടിദോഷത്തെ ഡിസ്ട്രാക്ട് ചെയ്യാനായിട്ട് ഇതിനൊക്കെ പലപ്പോഴും നമ്മുടെ സെൻറ്ററിൽ വന്നിട്ട് ആൾക്കാർ ദൃഷ്ടിദോഷ പരിഹാരത്തിനുള്ള ഡിവൈസുകളൊക്കെ നമ്മൾ എനർജി ബാലൻസിങ്ങിന് കൊടുക്കും. അതിൽ വളരെ പ്രധാനപ്പെട്ട കരിങ്ങാലിമാല കേട്ടിട്ടുണ്ട്. കരിങ്ങാലിമാല എന്ന് പറയുന്നത് ഈ ദൃഷ്ടിയെ ഡിസ്ട്രാക്ട്, കരിങ്ങാലിയുടെ കരിങ്ങാലിയുടെ അങ്ങനെ ഓറയെ ബിൽഡപ്പ് ചെയ്യുന്നത്. പിന്നെ ഇപ്പം ഞാൻ തന്നെ പലതും ഡെയിലി പല ആൾക്കാരെ കാണുന്നല്ലേ. അപ്പം നമ്മുടെ ദേഹത്തേക്ക് ഇങ്ങനെയുള്ള ചില പല കാര്യങ്ങളൊക്കെ ഇങ്ങനെ ധരിച്ചിട്ടുണ്ടാവും. അതിനെ ചെതറിച്ച് കളയാൻ. ഇതെല്ലാം ദൃഷ്ടി എന്ന് പറയുന്ന ദൃഷ്ടിദോഷം എന്ന് പറയുന്ന നെഗറ്റീവ് ശക്തിയെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്. ഇനിയും ഇതൊക്കെ കെട്ടിയാൽ നമുക്ക് ധനവും ധാന്യവും ഒക്കെ വരുമ്പോൾ ചെയ്യാനുള്ള ജോലി ഭംഗിയായിട്ട് ചെയ്യണം. അതിന് വിഘ്നം വരാതിരിക്കാൻ, കട്ട് ചെയ്യാതിരിക്കാൻ വേണ്ട പ്രൊട്ടക്ഷൻ എടുക്കണമെന്ന് അർത്ഥം. ഇപ്പൊ നമ്മൾ ചില ആഡുകളൊക്കെ കാണാറുണ്ടല്ലോ, ഈ വിഗ്രഹം കൊണ്ടുപോയി നിങ്ങളുടെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ
നിങ്ങൾ ഭയങ്കരമായി റിച്ച് ആവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. യെസ് യെസ്, അതെല്ലാം ട്രിഗർ ഫാക്ടറുകളാണ്. ട്രിഗർ എന്ന് വെച്ചാൽ ഉത്തേജനം. നമ്മുടെ ഒരു ചിന്തയെ, നിലവിലുള്ള വിശ്വാസത്തെ കൂട്ടാനായിട്ട് ഒരു നേരത്തെ ചരട് കിട്ടുന്ന പോലെയാണ്. അത് ദേവി ദേവതാ സങ്കല്പങ്ങൾക്കെല്ലാം ഓരോ ട്രിഗർ അല്ലേ. ഇപ്പൊ സരസ്വതി എന്ന് പറയുമ്പോൾ വിദ്യാദേവതയാണ് അല്ലേ. അതോടൊപ്പം വിഘ്നേശ്വരൻ, വിഘ്നങ്ങൾ മാറ്റുന്ന. അപ്പൊ അതിന് കൂടുതൽ ചിന്ത ത്വരിതപ്പെടുത്താൻ ആ റെപ്രസെന്റേഷനാണ്. ആ ത്വരിതപ്പെടുത്തുന്ന ഫലം കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒബ്ജക്റ്റുകളൊക്കെ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ കരിങ്ങാലി എന്ന് പറയുന്ന വസ്തു ഈ ദൃഷ്ടി പ്രാക്ക് എന്നുള്ളതിനൊക്കെ നല്ലതാണ്. പ്രാക്ക് ദോഷം, ദൃഷ്ടിദോഷം. പിന്നെ അത് കൂടാതെ ഒരുപാട് എനർജി ബാലൻസിങ്. ഇത് ഞാൻ മെയിനായിട്ട് ഡീൽ ചെയ്യുന്ന ഹോളിസ്റ്റിക് വെൽനസ് ആണ്. മൈൻഡ്, ബോഡി, സോൾ. മനസ്സും സോളും ആത്മാവിനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ബാലൻസ് ചെയ്യുന്ന, കണ്ടാമിനേഷൻ മാറ്റുന്ന പ്രക്രിയ. ഈ പറയുന്ന എനർജിയുടെ വ്യത്യസ്ത ഇൻബാലൻസ് ആണ് സർവ്വ പ്രശ്ന എഫക്റ്റുകളും കാരണം. അതിന് ഒരുപാട് ഡിവൈസുകളുണ്ട്. ഇപ്പം ഈ പറയുന്ന എനർജി ലാമ്പുണ്ട്. ചുറ്റുപാടുള്ള സൈക്കിക് ഫീൽഡിലെ നെഗറ്റീവ് ശക്തിയെ വലിച്ചെടുത്ത് കളയുന്നതാണ്. അത് കരി പോലെ തന്നെ തൂങ്ങി വരും. കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 5-6 മണിക്കൂറോളം. ഇപ്പോൾ പലരും വരുന്നവരുടെ ചിന്ത എങ്ങനെയാണെന്നും അറിയില്ല. എപ്പോഴും നെഗറ്റീവ് മാത്രം ഡിസ്ട്രാക്ട് ചെയ്യുന്നവരുണ്ട്. ഇതെല്ലാം അവിടെ പിടിക്കും. അത് നമുക്ക് അറിയണമെങ്കിൽ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ പറ്റും. എപ്പോഴും നെഗറ്റീവ് മാത്രം ചിന്തിക്കുന്ന, അല്ലെങ്കിൽ സങ്കടങ്ങളും വിഷമങ്ങളും എപ്പോഴും കൊണ്ട് നടക്കുന്ന ഒരാൾ നമ്മുടെ വീട്ടിലുണ്ടെന്ന് വിചാരിച്ചു. അവർ പെരുമാറുന്ന മുറിയിൽ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവെക്കുക. വെള്ളത്തിനൊരു പ്രത്യേകത, അതിസൂക്ഷ്മമായ എനർജിയെ ക്യാപ്ചർ ചെയ്യും. തോട്ട് എനർജിയെ വരെ, സൗണ്ട് എനർജി. അതുകൊണ്ടാണ് ദേവാലയങ്ങളിലൊക്കെ വെള്ളം വെച്ച് പൂജിച്ച് തളിക്കുന്നത്. അപ്പം ഈ നെഗറ്റീവ് മാത്രം ചിന്തിക്കുന്ന, പെരുമാറുന്ന ആളുടെ മുറിയിൽ ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ട് ഇതെടുത്ത് രാവിലെ ഒരു ചെടിയുടെ ചുട്ട് ഒഴിക്കുക. വലിയ ചെടി ആയിക്കോട്ടെ, കുഴപ്പമില്ല. 21 ദിവസം ഒഴിച്ചാൽ മതി. ആ ചെടി വാടിക്കരിഞ്ഞു പോകും. അത് അയാളുടെ ഉള്ളിലുള്ള നെഗറ്റീവ് റേഡിയേറ്റ് ചെയ്യുന്ന, ചിന്തിച്ച് പറയുപോലും വേണ്ട, അങ്ങനെ പ്രസരിക്കുന്ന ആ ഫീൽഡ് സൈക്കിക് ഫീൽഡ് എന്നാണ് പറയുന്നത്. ഇതുപോലും വാട്ടർ മോളിക്യൂൾ, ജലകണങ്ങൾ, തന്മാത്രകൾ വലിച്ചെടുക്കും. അപ്പം ഇതിനെ ഓപ്പോസിറ്റായിട്ട് ഉപയോഗിക്കാം. ഇപ്പം നമുക്കൊരു വിഷമങ്ങളും കാര്യങ്ങളും, ഇപ്പോൾ പ്രേക്ഷകർക്കൊരു സംശയം ഉണ്ടാവും, ഇതുകൊണ്ട് ഇനിയും നല്ല കാര്യങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും. നിങ്ങൾ ഇന്ന് കിടന്നുറങ്ങുന്നതിന് മുമ്പ് വൈകിട്ട് ഒരു ഗ്ലാസ് വെള്ളം, കുടിക്കുന്ന വെള്ളം എടുക്കുക. ആ വെള്ളത്തിലേക്ക് നല്ലതുപോലെ ആത്മാർത്ഥമായിട്ട് 10-12 പ്രാവശ്യം സങ്കല്പിക്കുക. ഒരേപോലുള്ളതായിരിക്കണം എല്ലാ ദിവസവും. ഇപ്പം ആരോഗ്യത്തിനാണെങ്കിൽ ആരോഗ്യം അഭിവൃദ്ധിയിലേക്ക് വരുന്നതായിട്ട്, നാളത്തെ ദിവസം നല്ലതായിരിക്കണം. അങ്ങനെ അവനവൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള മന്ത്രം സജഷൻ കൊടുത്ത് അടച്ചു വെക്കുക. രാവിലെ എഴുന്നേറ്റ പാടെ ഈ വെള്ളം എടുത്ത് കുടിക്കുക വായ കഴിയിട്ട്. കുറച്ച് ദിവസം കഴിഞ്ഞാൽ അറിയാൻ മാറ്റം. നേരിട്ട് തന്നെ അതിനകത്ത് 2 തുളസി ഇലയും കൂടി ഇട്ടാൽ ഏറ്റവും നല്ലത്. തുളസി മെഡിക്കേറ്റഡ് ആണ്, പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ആർക്കും പരീക്ഷിച്ച് നോക്കാം. ബാധ പോലും ഒഴിവാക്കാൻ, കുട്ടികളുടെ സ്വഭാവം മാറ്റാൻ. എത്ര പറഞ്ഞാലും മാറുന്നില്ല ചില സ്വഭാവങ്ങൾ, ഹാബിച്വലായിട്ടുള്ള. ഇതിനെയൊക്കെ മാറ്റാൻ അമ്മമാർക്ക് ചെയ്യാം. അത് ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മുടെ സെൽസിലേക്ക് കൊടുക്കുന്ന, വാട്ടർ മോളിക്യൂളിലൂടെ കൊടുക്കുന്ന പോസിറ്റീവ് ഇത് എനർജിയുടെ ഒരു ട്രാൻസ്ഫർമേഷൻ അല്ലേ. അപ്പം നമ്മുടെ ഈ എനർജിയെ വ്യത്യസ്ത രൂപത്തിൽ ഉപയോഗിക്കാം. അപ്പം നമ്മളെപ്പറ്റി നമ്മൾ അറിയാത്തതല്ല സർവ്വ പ്രശ്നങ്ങളും കാരണം. ഇനി ശാസ്ത്രീയമായിട്ട് അറിയില്ലാത്ത കാര്യത്തെ പഠിച്ച് നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് അല്ലെ വേ എന്ന് പറയുന്ന പ്രാക്ടിക്കൽ സ്പിരിച്വാലിറ്റിയാണ്. നമ്മുടെയുള്ള റിസോഴ്സിനെ നമ്മളെന്താണെന്ന് തിരിച്ചറിയുക, പഠിക്കുക, എന്നിട്ട് കൊച്ചു കൊച്ചു ക്രിയകളിലൂടെ സ്വയം നമ്മൾ ചെയ്ത് നമ്മുടെ ഈ ലോകത്ത് ജീവിക്കുമ്പം നല്ല സമൃദ്ധിയിൽ ജീവിക്കുക. ഓക്കെ, എന്തായാലും അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി ചോദിക്കാം. ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന ഈ പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി, ഇതിനെയൊക്കെ ഡിക്റ്റേറ്റ് ചെയ്യാൻ എല്ലാവർക്കും സാധിക്കില്ലെങ്കിലും ഡിക്റ്റേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഇന്നത്തെ കാലത്ത്. ഇതിൽ നിന്നെല്ലാം, പക്ഷെ ഇതെല്ലാം നമ്മളാണ് എന്നൊരു കാര്യമാണ് സാറ് മുൻപോട്ട് വെക്കുന്ന ഒരു ആശയം എന്ന് പറയുന്നത്. പക്ഷെ ഇത് എത്രത്തോളം ആൾക്കാർ അതിനെ അംഗീകരിക്കും നമുക്കറിയില്ലെങ്കിലും, എങ്ങനെയാണ് എൻ്റെ പോസിറ്റിവിറ്റി അല്ലെങ്കിൽ എൻ്റെ നെഗറ്റിവിറ്റി ഞാൻ തിരിച്ചറിയേണ്ടത്? ഇപ്പം മനസ്സിലാക്കാനുള്ളത്, ഈ ഒരു വിഷയത്തിൽ ആരെങ്കിലും എൻ്റെ അടുത്തൊരു ചർച്ചയ്ക്കോ സംവാദത്തിനോ വന്നാൽ ഞാൻ വിടില്ല. കാരണം ബിക്കോസ് ദിസ് ഈസ് മൈ എക്സ്പീരിയൻസ് ആൻഡ് മൈ ഫോളോവേഴ്സ് എക്സ്പീരിയൻസ്. നമ്മളൊരു കാര്യം പഠിച്ച കാര്യത്തിൽ ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് ബോധ്യം വന്ന കാര്യത്തിൽ ഉറപ്പിച്ചും തറപ്പിച്ചും ഒച്ചത്തിലും പറയാൻ പറ്റുള്ളൂ. ഓരോ വ്യക്തികളും വ്യത്യസ്തരാണ്. എവറി പേഴ്സൺ ഈസ് യൂണിക് ഇൻ ദിസ് വേൾഡ്. ഒരാളെ പോലെ മറ്റൊരാളില്ല. ക്വാളിറ്റിയുടെ കേസിൽ നമ്മുടെ ബ്രെയിനിൻ്റെ ഘടനയും വ്യത്യാസമുണ്ട്. നമ്മുടെ ഫിംഗർ പ്രിൻ്റ് ഇല്ലേ, അത് എന്തിനാണ് നിങ്ങളുടെ മാത്രം അധികാരിയുമായത്? നിങ്ങളെ കണക്ക് വേറെ ആളില്ല. എനിക്ക് ഇത് പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഞാൻ ഈ അടുത്ത് മതപ്പാടുകൾ എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം വായിച്ചിട്ടുണ്ടായിരുന്നു. അരുൺ എഴുത്തച്ഛൻ എഴുതിയ പുസ്തകമാണ്. അതില് അവര്
നാഡി ജ്യോത്സ്യത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഈ നാഡി ജ്യോത്സ്യത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നത് അവര് നമ്മുടെ മറ്റേ ഓല കണ്ടുപിടിക്കുന്നത് ഫിംഗർ പ്രിന്റ് വെച്ചിട്ടാണ്. അത് അത്രത്തോളം വിശ്വാസയോഗ്യമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. പക്ഷെ അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഫിംഗർ പ്രിന്റിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഉണ്ട് എന്ന് പറയുന്നത്. അതിന്റെ ശാസ്ത്രീയത, അതിന്റെ സയൻസ് സത്യത്തിൽ ഈ സമൂഹം ഇപ്പോൾ അറിയേണ്ടതാണ്. കാരണം കാലഘട്ടം മാറുന്നതനുസരിച്ച് അറിവുകൾക്ക് ഒരുപാട് വെർഷൻസ് മാറ്റം വന്നിട്ടുണ്ട്. ഇത് അജ്ഞതയാണ് പ്രശ്നം. പണ്ട് കണ്ടിട്ടുണ്ടോ, നമ്മളെ നല്ല കൈനോട്ടക്കാർ കാക്കാത്തിമാരൊക്കെ നോക്കിയിട്ട് പറഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. കറക്റ്റായിരിക്കും. നിങ്ങളുടെ എത്ര ആയുസ്സുണ്ട്, ഏത് രംഗത്ത് ശോഭിക്കാൻ സാധിക്കും, നിങ്ങളുടെ വീട്ടിൽ നടന്ന മരണം പോലും കൃത്യമായിട്ട് പറയുമ്പോൾ വീട്ടിലുള്ളവരുടെ പേര് പോലും പറഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. എന്താണ് ഇതിൻ്റെ സീക്രട്ട് എന്ന് ചോദിച്ചാൽ, നമ്മുടെ തലച്ചോറിലെ ന്യൂറോൺസ് അതിൻ്റെ ഘടന ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. ഓരോ ഇൻ്റലിജൻസും മൾട്ടിപ്പിൾ ഇൻ്റലിജൻസാണ് പറയുന്നത്. അത് ഒരാൾക്കില്ലാത്തത് മറ്റൊരാൾക്ക് ഉണ്ടാവണമെന്നില്ല. ഒരാൾക്കുള്ളതും ഒരിക്കലും മറ്റൊരാളോട് മാച്ചുമല്ല. അപ്പം നിങ്ങളുടെ ഏരിയ ഓഫ് ഫോക്കസ് ഏതിലാണോ ശോഭിക്കാൻ കഴിവുള്ള സ്കിൽ ഏതാണോ അത് കണ്ടെത്തുന്നിടത്താണ് വിജയം. നമ്മളിതറിയാതെ ജീവിതകാലം മുഴുവൻ പലതും തേടി നടക്കുക. നിങ്ങളുടെ ഉള്ളൊരു കഴിവുണ്ട്, അത് ഇപ്പം മമ്മൂട്ടി, മോഹൻലാൽ അങ്ങനെയുള്ള മഹാനടന്മാർ ആദ്യം മുതൽ അവരുടെ കഴിവിൻ്റെ ഏരിയയിൽ എത്തപ്പെട്ടുകൊണ്ടാണ് അവർ ആ തട്ടകത്തിൽ വാഴുന്നത്. ഇപ്പം നിങ്ങളുടെയൊക്കെ ഉള്ളിലും കനൽ പോലുണ്ട്, പക്ഷെ പുറത്ത് ചാരം മൂടി കിടക്കുകയാണെങ്കിൽ ആ കനലിനെ ഫ്ലോ ചെയ്യില്ല. ഇതറിയാനായിട്ട് നമ്മുടെ ഫിംഗർ പ്രിന്റ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ യഥാർത്ഥത്തിൽ രക്ഷപ്പെടാൻ സാധ്യതയുള്ള സ്കില്ല് ഏതാണ്, കൈവര തലവര. അതിൻ്റെ കാരണം ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ ഷേപ്പ് ആകുന്നതിന് മുമ്പ് മാതാവിൻ്റെ ഉദരത്തിൽ ജനിച്ച് ഉറച്ചു വരുന്ന സമയത്ത് ആദ്യം ഒരു കാഷ്നട്ടിൻ്റെ ഷേപ്പായിരുന്നു ഫ്ലൂയിഡ് ഹൗസ്. തലയാണ് ഏറ്റവും വലുത്, ഉടൽ ചേർന്നു. അപ്പോൾ തലയുടെ ഭാഗത്താണ് എല്ലാ മാംസങ്ങളും ഇങ്ങനെ കൂടിയിരിക്കുന്നത് കാഷ്നട്ട്. പിന്നെ കൈകാലുകൾക്ക് 5-5.5 മാസമാകുമ്പം രൂപാന്തരപ്പെട്ട് വരുമ്പോൾ തലച്ചോറിലെ ന്യൂറോൺസുമായിട്ട് പ്രസ് ചെയ്തിരുന്ന ഡെർമിറ്റ്സ് പോർഷനാണ് ഇത്, തൊലിയുടെ ഭാഗം. അപ്പോൾ ഇതിനെപ്പറ്റി പഠനം നടന്നപ്പോൾ യൂറോപ്പിലൊക്കെയാണ് ഇത് ആദ്യ കാലഘട്ടം തൊള്ളത്. അപ്പോൾ ഈ ഡെർമിറ്റ്സ് പോർഷനെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഓരോരുത്തരുടെ സ്കില്ല്, അവരുടെ സ്വഭാവം കറക്റ്റ് ഏതാണെന്നുള്ളത്, പണ്ട് സ്കാനിങ് മെഷീനൊന്നും ഉണ്ടായിരുന്നില്ല വയറ്റിനകത്തുള്ളത് കണ്ടുപിടിക്കാൻ തലച്ചോറ്. ഇപ്പോൾ ഉണ്ട്. ഇതെടുത്തു കഴിഞ്ഞാൽ അത് ആദ്യമേ തിരിച്ചറിയാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ ആ തലത്തിലേക്ക് ഗൈഡ് ലൈൻസ് കിട്ടും. പലരും എൻ്റെ അടുത്ത് വരാറുണ്ട്, പല കാര്യങ്ങൾ ചെയ്തിട്ടും രക്ഷപ്പെടുന്നില്ല. യഥാർത്ഥത്തിൽ ഈ വ്യക്തിയുടെ സ്കില്ല് ഒരു കണ്ടിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ടെസ്റ്റ് എടുക്കും. അതിന് പറയുന്നവരാണ് DMIT ടെസ്റ്റ്, സയന്റിഫിക്കലി പ്രൂവൺ ഡെർമിറ്റോഗ്രാഫിക് മൾട്ടിപ്പിൾ ഇൻ്റലിജൻറ്റ് ടെസ്റ്റ്. ഡെർമിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഔട്ടർ സ്കിൻ, ഗ്രാഫിക്സ് എന്ന് പറഞ്ഞാൽ പാറ്റേൺ കോയിൻസ്. ഇതിൽ അതിൻ്റെ ഘടനയിലൂടെ ഒരു വ്യക്തിയുടെ ഈ ബ്രെയിൻ ഡേറ്റ അല്ലെങ്കിൽ മൈൻഡ് ഡേറ്റ അറിയാൻ പറ്റും. ഒരു വ്യക്തിക്ക് 2 ഡേറ്റയാണ് ഉള്ളത്. ഒന്ന് ബയോഡേറ്റ, നമ്മൾ ബയോഡേറ്റ കാണുന്നുള്ളൂ, പക്ഷേ മൈൻഡ് ഡേറ്റകൾ തമ്മിലാണ് അലൈൻഡ്. പലപ്പോഴും ബന്ധങ്ങൾ ശിഥിലമാകാനും കാരണം എന്താ, ബയോഡേറ്റ കണ്ട് ആകർഷിതമാകുന്നത്, പക്ഷെ മൈൻഡ് ഡേറ്റകൾ തമ്മിലാണ് ജീവിതം പോകുന്നത്. അപ്പം ഈ മൈൻഡ് ഡേറ്റകളെ തമ്മിൽ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഒരു മാപ്പ് കണ്ട് യാത്ര ചെയ്യുന്ന പോലെ പോവാം മുമ്പോട്ട്. ശില്പ എന്ന വ്യക്തിയെ കുറിച്ച് എന്തറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ടെസ്റ്റ് മൈൻഡ് ഡേറ്റ എടുത്തു കഴിഞ്ഞാൽ ശില്പ ഒരുപക്ഷെ ഇപ്പോൾ ഈ രംഗം ആയിരിക്കണമെന്നില്ല. സ്കില്ല് ഇതിനകത്താണെങ്കിൽ ആ ഇൻട്രസ്റ്റ് വെച്ച് അങ്ങോട്ട് പോകും, വിജയിക്കും. അതല്ല, പലരും അസ്വസ്ഥരല്ലേ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേരൻസിൻ്റെ ആഗ്രഹം ഇവനെ ഡോക്ടർ ആകണം, എഞ്ചിനീയർ ആകണം. ഒരു ഡോക്ടറെ ഗ്ലാമറസ് ആയിട്ട് ലൈഫായിരിക്കും ഈ കുട്ടി കണ്ടിരിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് അവൻ അതിന് നീറ്റിന് എഴുതുന്നു. എത്ര എഴുതിയിട്ടും കിട്ടുന്നില്ല. കാരണം അവൻ്റെ ഉള്ളിലുള്ള സ്കിൽ അതല്ല. ഇറങ്ങി തിരിച്ചപ്പോഴാണ് മനസ്സിലായത്. ഇനിയിപ്പോൾ പുറത്തെവിടെങ്കിലും പോയി ക്യാപിറ്റൽ ഫീസൊക്കെ കൊടുത്ത് ഡോക്ടറായി വന്നിരുന്നു, പക്ഷെ എന്നാലും അവൻ്റെ സ്കില്ലുണ്ടെങ്കിലേ വിജയിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അത് ക്വിറ്റ് ചെയ്യും. ചിലർക്ക് ഗവൺമെൻറ് ജോലി കിട്ടുന്നു. അച്ഛൻ ഗവൺമെൻറ് സർവീസിലായിരുന്നു, അച്ഛൻ മരിച്ച ശേഷം അത് കിട്ടി, പക്ഷെ അവന് അത് ക്വിറ്റ് ചെയ്യുന്നു. കാരണം യഥാർത്ഥ സ്കില്ല് അതല്ല. ആ സ്കില്ല് ഏതെന്ന് കണ്ടുപിടിക്കാൻ ഈ നേരത്തെ കൊച്ചുകുട്ടി ആയിരിക്കുമ്പോഴേ അറിഞ്ഞാലോ, അതനുസരിച്ച് കുട്ടികളെ ഗൈഡ് ലൈൻസ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഒരു വഴിയും തെറ്റില്ല. കാരണം നമുക്ക് ഇഷ്ടമുള്ള സ്ഥാപനത്തിൽ ചെല്ലുമ്പോഴോ അവർ സക്സസ് ആകുന്നു. അങ്ങനെ DMIT ടെസ്റ്റ് നമ്മളിപ്പോൾ എറണാകുളം സെൻറ്ററിൽ നേരിട്ട് വന്ന ആൾക്കാരെ എടുക്കാൻ നേരത്തെ ബുക്ക് ചെയ്തിട്ട് വരേണ്ടി വരും. വന്നു കഴിഞ്ഞാൽ എറണാകുളം, തിരുവനന്തപുരം സെൻറ്ററുണ്ട് എനിക്ക്. അവിടെ ഈ DMIT ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ റിപ്പോർട്ടായിട്ട് തന്നെ അടിച്ചു തരും, അതിൻ്റെ കൗൺസിലിങ്ങും തരും. കറക്റ്റ് ഗൈഡ് 95% കറക്റ്റാണ്. അങ്ങനെ വിജയിച്ചവരുണ്ടോ? ഞാൻ തന്നെ അതിന് ഉദാഹരണമല്ലേ. ഇനിയും അതിന് അവിടെ ആയിരക്കണക്കിന് ആൾക്കാർ ചെയ്യേണ്ട റിപ്പോർട്ടല്ല. കുട്ടികളൊക്കെ ആണെങ്കിൽ ഏറ്റവും ആദ്യം തന്നെ അവരുടെ സ്കില്ല് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ അവൻ ഒരുപക്ഷെ ഒരു ലോയർ ആകാനുള്ള എല്ലാ ഇതും ഉണ്ടാവും. ഇപ്പം അവൻ പറയുന്നത് എനിക്ക് പൈലറ്റ് ആകണം, അല്ലെങ്കിൽ അതാകണം, ഫാഷൻ ടെക്നോളജിയാണ്, അഭിനയിക്കണം എന്നൊക്കെ പറയും. ആ സ്കില്ല് ഏതാണെന്ന് ആദ്യമേ കണ്ടെത്തി കൊടുത്തു കഴിഞ്ഞാൽ ആ വിജയിച്ച ആൾക്കാരെ, ആ രംഗത്തുള്ള ആൾക്കാരുടെ കഥകളും അവരുടെ പുസ്തകങ്ങളൊക്കെ വായിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതൊക്കെ പഠനം കയറിക്കോളും. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ടെസ്റ്റിനെ കുറിച്ച് കേൾക്കുന്നത്. ബൈ പ്രൊഫഷൻ ഞാൻ പറഞ്ഞു, ഒരു സേഫ്റ്റി എഞ്ചിനീയറിംഗ് ആയിരുന്നു എൻ്റെ പ്രൊഫഷൻ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അതിലൂടെയൊക്കെ തന്നെയാണ് എൻ്റെ ഉപജീവന മാർഗം അതായിരുന്നു.
അവരുടെ ബാലൻസ്ഡ് ആയി ഇക്കണോമിക്കലി. ബട്ട് ആത്മസംതൃപ്തി കിട്ടിയത് ഈ രംഗത്തേക്ക് ഒരു സൈക്കോളജിക്കൽ റിസർച്ചറും സ്പിരിച്വൽ സയൻറ്റിസ്റ്റും കൗൺസിലറും ഒക്കെ ആയപ്പോൾ ഫുൾ ടൈം ഞാൻ അതിനകത്താണ്. ഇപ്പം ഞായറാഴ്ചകളോ അല്ലെങ്കിൽ അവധി ദിവസങ്ങളില്ല, അത് കണക്ക് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു. അതിനകത്ത് ഇരിക്കുന്നിടത്തോളം എനിക്ക് കൂടുതൽ പഠിക്കാൻ പറ്റുന്നു, അറിയാൻ പറ്റുന്നു. ഇങ്ങനെ പോയി കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ എൻ്റെ DMIT ടെസ്റ്റ് എടുക്കുന്നത്. അതൊരു വിദേശ യാത്രക്കിടയിൽ എനിക്കത് മനസ്സിലാകുന്നു. ഞാൻ എടുത്ത് നോക്കിയപ്പോൾ എൻ്റെ റിപ്പോർട്ടിൽ കൃത്യമായിട്ട് എഴുതിയിരിക്കുകയാണ് 5 സ്റ്റാർ കിടക്കുന്നത് സൈക്കോളജിക്കൽ റിസർച്ചർ, കൗൺസിലർ, സ്പിരിച്വൽ മാസ്റ്റർ, ഇതൊക്കെയാണ് കിടക്കുന്നത്. ഇതൊക്കെ പണ്ടേ അറിഞ്ഞിരുന്നെങ്കിൽ അന്നേ സന്തോഷത്തോടെ സക്സസ് ആകാമായിരുന്നു. ഇനി ഇൻഫർമേഷൻ ടെക്നോളജിയുടെ കാലമാണിത്. എൻ്റെ ഇൻഫർമേഷൻ ടെക്നോളജിക്കുള്ള സ്കില്ല് 1 സ്റ്റാറേ ഉള്ളൂ. അപ്പം ഈ ഒരു കാലത്ത് എൻ്റെ അറിവിനെയും അല്ലെങ്കിൽ എൻ്റെ പ്രവർത്തനങ്ങളെയൊക്കെ IT-യിലൂടെ അല്ലാതെ ഈ ടെക്നോളജി വിവരസാങ്കേതിക വിദ്യയുടെ പുറത്തോട്ട് വിടാൻ പറ്റില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും? അതിന് ഏറ്റവും കൂടുതൽ സ്കില്ലുള്ള ആളെ അപ്പോയിന്റ് ചെയ്യണം. അപ്പോൾ ജോലിക്കൊക്കെ പാളി എടുക്കുന്നത് അങ്ങനെയാണോ? യെസ്. ഇപ്പൊ യൂറോപ്പിലൊക്കെ ആണെങ്കിൽ ഓരോ രംഗത്തേക്കും ആൾക്കാർ എത്ര ടെസ്റ്റ് പാസ്സായാലും DMIT ടെസ്റ്റ് എടുത്ത് നോക്കും. അതിന് പ്രാപ്തരല്ലെങ്കിൽ അവരെ ഡിസ്ക്വാളിഫൈ ചെയ്യും. ഇപ്പൊ ഒരു ടീച്ചർ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ സ്കൂളുകളിലും കോളേജിലും ഒക്കെ എന്താ സംഭവിക്കുന്നത്? യഥാർത്ഥ സ്കില്ലുള്ളവരല്ല പഠിപ്പിക്കാൻ വരുന്നത്. ഒരു തലമുറ തന്നെയല്ല നശിച്ചു പോകുന്നത്. അപ്പോൾ അവിടെയൊക്കെ എത്ര ടെസ്റ്റ് പാസ്സായാലും അവസാനം ഒരു DMIT ടെസ്റ്റ് എടുത്ത് നോക്കും. അതിനകത്ത് ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ സെലക്ഷൻ കൊടുക്കുകയുള്ളൂ. ഓക്കെ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇതുവരെയായിട്ട് നിങ്ങളുടെ സ്കില്ലൊന്നും എക്സ്പ്ലോർ ചെയ്തിട്ടില്ലെങ്കിൽ ഈ DMIT ടെസ്റ്റ് എടുത്ത് നോക്കാവുന്നതാണെന്നാണ് സാർ പറയുന്നത്. തീർച്ചയായിട്ടും. എന്ത് ഇതുണ്ടെങ്കിലും നിങ്ങൾ ഒന്നില്ലെങ്കിൽ എൻക്വയറി നടത്തുക, ക്ലിയർ ആക്കി തരും. എന്നിട്ട് ഭാവി നേരത്തെ അറിഞ്ഞ് ഒരു മാപ്പ് കണ്ട് യാത്ര ചെയ്യുക. അതിനുവേണ്ടി സഹായം കുട്ടികൾക്ക് ചെയ്തു കൊടുത്താൽ ഒരു പേരൻറ്റിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സഹായം അതായിരിക്കും കുട്ടികൾക്ക് വേണ്ടിയിട്ട്. ഓക്കെ സാർ, എന്തായാലും ഒരുപാട് താങ്ക് യു, ഒരുപാട് അറിവുകൾ പറഞ്ഞു തന്നതിന്. ഇനിയും കുറച്ചധികം സംശയങ്ങളുണ്ട്, മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് കാണാം. ഓക്കെ, തീർച്ചയായിട്ടും. താങ്ക് യു.